അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അവരുടെ ജീവനോപാധികൾക്ക് മാധ്യമമായ എല്ലാ രേഖകളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ട്, പല അപേക്ഷകളുണ്ട് ഈശോയെ. ചില ഹോസ്പിറ്റലുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അതിന് തീരുമാനങ്ങളില്ല. വീടിന് നമ്പറിട്ട് കൊടുക്കാൻ വേണ്ടി നമ്പർ കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്പറിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാര്യം കർത്താവ് അടക്കത്തില്ലെന്ന് പറയുന്ന രീതിയിൽ റീസർവേക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രേഖകളുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടാനുള്ള ആപ്ലിക്കേഷൻ, ജോബ് ആപ്ലിക്കേഷൻസ്, ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട് ഈശോയെ. കല്യാണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കല്യാണക്കുറികൾ. ഇന്ന ദിവസങ്ങൾ കല്യാണം ഉള്ളത് കൊണ്ട് ആ കല്യാണം നടത്താനുള്ള കുറികൾ, ആൾക്കാർക്ക് കല്യാണക്കുറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മുമ്പുള്ള ആദ്യത്തെ കുറികൾ, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുറികൾ എൻ്റെ മക്കൾ കയ്യിലെടുക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ആശുപത്രി ചീട്ടുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ, നിങ്ങളുടെ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റ് ആകാം, പ്ലെയിനിൻ്റെ ടിക്കറ്റ് ആകാം, ടിക്കറ്റുകൾ. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, മക്കളുടെ കയ്യിൽ അവർ ഉയർത്തിയിരിക്കുന്ന രേഖകൾ അവരുടെ യാത്രയാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഇതിൻ്റെ തടസ്സങ്ങൾ, ഇത് ആര് വരികയാണ്, ഇത് ഏത് ഓഫീസിലാണ് തടസ്സങ്ങൾ ഇരിക്കുന്നത്, ഏത് നിയമമാണ് എൻ്റെ തടസ്സമായി മാറിയിരിക്കുന്നത്. യേശുക്രിസ്തു നാമത്തിൽ ഞാനത് ബന്ധിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കയ്യിരിക്കുന്ന എല്ലാ രേഖകളും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ജപ്തി നടപടിയുടെ രേഖകൾ, പ്രമാണരേഖകൾ, പട്ടയത്തിൻ്റെ രേഖകൾ, ചിട്ടിയുടെ പേപ്പറുകൾ, കടങ്ങൾ,
എന്തെല്ലാം രേഖകളാണോ അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആശീർവദിക്കണമേ. രോഗികളെ ആശീർവദിക്കുന്നു, ജീവിത പ്രതിസന്ധിയിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. തൊഴുത്തിലും അതുപോലെ ആനിമ ഫാമിലും കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങളുമെല്ലാം ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോവുകയും ഒരു മൃഗങ്ങൾ മരിക്കുകയും പ്രസവിക്കാതെ പ്രസവം മുട്ടിയിരിക്കുകയും വരുമാനം ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളും കർത്താവേ, നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്നവരുണ്ട്. കുരുമുളകും ഏലവും ഉൾപ്പെടെ. അതുപോലെ പല പല കായ്ഫലങ്ങൾ വിൽക്കാൻ പറ്റാതെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നവരുണ്ട്, കൂട്ടിക്കിടന്ന് നശിച്ചു പോകുന്നവരുണ്ട്. തർക്കപ്പുരയിടത്ത് തേങ്ങ മുളച്ച് കിടക്കുന്നവരുണ്ട്. കർത്താവേ, ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്തത് കേസായി കിടക്കുന്നവരുണ്ട്. ഈശോയെ, അതിന് മേലെല്ലാം എസക്കേൻ്റെ താഴ്വര അസ്ഥികളുടെ താഴ്വര എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ പോകുന്ന വഴികളിൽ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിനക്ക് സന്ധിപ്പ് സമാധാനം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശരെ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ പാപത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റില്ലേ, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ അഡ്രസ്സ് ചെയ്യണം. എപ്പോഴും അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, അഡ്രസ്സ് ചെയ്യണം. പക്ഷേ അമിത പ്രാധാന്യം കഴിഞ്ഞ നമ്മുടെ ഭൂതകാലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമീപനമല്ല ഈശോയുടേത്. ഞാൻ പണ്ടൊരു ധ്യാനം കൂടിയായിരുന്നു, ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. ഞാൻ എൻ്റെ ഇടവകയെ ആ ധ്യാനം നടത്തിച്ചതാണ്. ഞാനവിടെ വന്നും പോയി നിൽക്കിയിരുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി അതിപ്പോൾ നമ്മുടെ ആന്തരിക സൗഖ്യം പോലെ തന്നെയാണ്. അതിൻ്റെ അടുത്ത സെക്ഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. തലമുറ അന്തരധ്യാനം, ആന്തര സൗഖ്യം. തലമുറകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പാപം വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. അത് പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചെന്നൊരു വചനമില്ലേ എന്ന് ഇനി ആരും പറയത്തില്ല എന്നാണ് കിടക്കുന്നത്. പക്ഷെ അത് അത്രയും പറയത്തില്ല. പിതാക്കന്മാരുടെ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ച്. അപ്പോൾ ഇൻ്റർ ജനറേഷൻ ആരെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാധിക്കുമെന്നുള്ളതിന് അമിത പ്രാധാന്യം കൊടുക്കുകയാണ്. അതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള പുതിയ തടവറകൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ, പുതിയ ആത്മീയ തടവറകൾ സൃഷ്ടിക്കുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഒരു അപ്പാപ്പന്മാരുടെ കാലത്ത് കൊല്ലും കൊലയാണ് ഉണ്ടായിരുന്നാണ് പറയണത്. ഞങ്ങളുടെ പത്താഴത്തിലേക്കിട്ട് ആളെ കൊന്നിട്ടുണ്ട്, ഞങ്ങളുടെ പറമ്പിൽ ആളെ മൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2000 തൊട്ട് 2010 വരെയാണ് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ അത് സബ്സിഡായിപ്പോയി ഇൻ്റർ ജനറേഷൻ. അപ്പോൾ പക്ഷേ ക്രിസ്തു ഈ കഴിഞ്ഞ കാലങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം കൊടുക്കണില്ല. ക്രിസ്തുവിൻ്റെ ഒരു സമീപനം വെച്ച് കഴിഞ്ഞാൽ, ഒരു ധനികൻ്റെ വീട്ടിൽ കർത്താവ് വിരുന്നിന് വരുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിൻ്റെ പാദങ്ങൾ തുടക്കണില്ലേ, ആ ഒരു ഭാഗത്ത് ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യണ ഒരു യഹൂദനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടത്. എന്നാ റെസ്പോണ്ട് ചെയ്യണത്? ഇവൾ ഏത് തരക്കാരിയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ ഈശോനെ ഒരു പ്രവാചകനായിട്ട് കണക്കാക്കാമായിരുന്നെന്നുള്ളതാണ് ഈള പറഞ്ഞത്. ഈശോയ്ക്ക് കൊടുക്കുന്ന ഒളിയമ്പാണത്. പക്ഷെ എന്നാലും ആ നിരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ലൂക്ക 7:39. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ ഈശോ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. അപ്പം ഇവളുടെ പ്രസന്റ് സ്റ്റാറ്റസ് പോലും ഈശോയ്ക്ക് അത് ഈ യഹൂദന് പഴയ സ്റ്റാറ്റസും വർത്തമാനകാല സ്റ്റാറ്റസും ഒക്കെ യഹൂദന് പ്രശ്നമാണ്. പക്ഷേ ഈശോ ഈ ഭൂതകാല ചങ്ങലകളിൽ നിന്നും വർത്തമാനകാല ചങ്ങലകളെയും അമിത പ്രാധാന്യം കൊടുക്കാതെ ആണ് ഈശോ ഭാവി എന്ന് വെച്ചാൽ ഈ ഭൂതകാലത്ത് വർത്തമാനത്തിൽ നമുക്ക് തിരുത്താവുന്ന ഒരു പരിധിയുണ്ട്. ഭാവിയെ ആണ് കർത്താവ് എപ്പോഴും നിൻ്റെ ഭാവിയെയാണ് കർത്താവ് എപ്പോഴും നിരീക്ഷിക്കുകയും അത് ക്രമീകരിക്കുകയും ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കും. വളരെ ഈസിയാണത്.
അപ്പോൾ അമിതമായ കുറ്റബോധങ്ങളൊന്നും ഒരു കുറ്റബോധം സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. പശ്ചാത്താപം ഉണ്ടാവണം തീർച്ചയായിട്ടും. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച്, അതായത് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ, അവനെ വെച്ച് തലഭാരോഗിയായിരുന്നു ഇയാളെ. ആ ബെത്സേദ കുളത്തിൻ്റെ കരയിൽ നിന്ന് കിടന്ന രോഗിയാണ്. അവനെ സുഖപ്പെട്ട് കർത്താവ് സുഖപ്പെടുത്തിയല്ല, പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ, ഈ ശ്രദ്ധിക്കണം, മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യും. ഫ്യൂച്ചറാണ് ഈശോ അഡ്രസ്സ് ചെയ്യണത് അവിടെ. അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നല്ലൊരു അപ്രോച്ചാണത്. അതായത് കഴിഞ്ഞുപോയ പാപത്തെ നമുക്ക് ഏറ്റുപറയാനേ പറ്റത്തുള്ളൂ പശ്ചാത്തലത്തോടെ. പക്ഷേ മേലിലുള്ള കാര്യം, വരാൻ പോണ കാര്യങ്ങൾക്ക് നമുക്കത് ഇല്ലാതെ, പാപമില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ആ ഭാവിയെയാണ് ഈശോ അഡ്രസ്സ് ചെയ്യണം, അല്ലാതെ ഇൻ്റർജനറേഷനൊന്നും അല്ല, പുരാതന തലമുറകളെ അല്ല ഈശോ അഡ്രസ്സ് ചെയ്യണത്. ഇതെപ്പോഴും മനസ്സിലുണ്ടാവണം. ജീവിക്കാൻ, പാപരഹിതമായി ജീവിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും എളുപ്പമാണ്. എൻ്റെ പേര് മെറിൻ. ഞാൻ കൊല്ലം രൂപതയിൽ സെൻറ് തോമസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത്. എനിക്ക് 13 വർഷമായിട്ട് അർഷസിൻ്റെ രോഗമുണ്ടായിരുന്നു. അത് ബ്ലീഡിങ്ങോട് കൂടിയായിരുന്നു. രോഗം അങ്ങേയറ്റം മൂർച്ഛിച്ചപ്പോഴാണ് ഞാനിവിടേക്ക് വരുന്നത്. ഞാനിവിടെ വന്നിറങ്ങിയ ആ നിമിഷം തന്നെ എൻ്റെ അസുഖം എടുത്തു മാറ്റി, ബ്ലീഡിങ്. ഇപ്പം 6 വർഷമാകുന്നു, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഞാൻ MSW പഠിച്ച് തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് 3 വർഷമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ലഭിക്കത്തില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ഈ ഒരു കാര്യം ഞാൻ ഫാദറിനോട് പറഞ്ഞു. അപ്പം ഫാദർ അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു തടസ്സമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അവിടേക്ക് പോയി. ഒരു തടസ്സമില്ലാതെ പെട്ടെന്ന് അന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഓരോ സെക്ഷനിൽ നിന്നും ഫോർവേഡ് ചെയ്യുമായിരുന്നു. അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അതുപോലെ വീട്ടിൽ 36-37 വർഷമായിട്ട് വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടി കയറി വരാനുള്ള സൗകര്യം ഇല്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പം വീട്ടിലാർക്കെങ്കിലും സുഖമില്ലാതായാൽ എടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പം നല്ല ദൂരവും ഉണ്ട് റോഡിലേക്ക്. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചതുപോലെ, ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഇങ്ങനെയാണ്, ഇതുപോലെ വണ്ടി വരാനുള്ള സൗകര്യവും ഒരു സൈഡ് വാൾ കെട്ടണം എന്ന് വെച്ചതുപോലെ തന്നെ വഴി ലഭിക്കുകയും സൈഡ് വാൾ കെട്ടുകയും ചെയ്തു. അതുപോലെ എനിക്കൊരു ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വിദേശത്തേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ഇപ്പം 2011 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും കോവിഡിൻ്റെ സമയം, അതിനാൽ എനിക്ക് അത് എൻ്റെ സാക്ഷ്യം അന്ന് പറയാനുള്ള അവസ്ഥയുണ്ടായില്ല. പിന്നീട് ഞാൻ വീണ്ടും പുതുക്കുമായിരുന്നു. 2024 ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരു ജോലിയുടെ കാര്യമായിരുന്നു വെച്ചിരുന്നത്. അത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ആദ്യത്തെ മാസം തന്നെ 10-25 വർഷം അറിയാവുന്ന ഒരു സുഹൃത്ത് യാദൃച്ഛികമായിട്ട് എന്നെ വിളിക്കുകയും ഇതുപോലെ പോളണ്ടിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുകയും അതിനുവേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു. അപ്പം അടുത്ത മാസം എൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് കാര്യങ്ങൾക്ക് ഞാൻ മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. അതുപോലെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ബസ്സിലും പൊതുമേഖലകളിലും എല്ലാം കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു. ഒരുപാട് പേരെ ഞാൻ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി. 2022 ജൂൺ 26 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ
രണ്ടാം പ്രാവശ്യമാണ് ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിംസി റോഡ്രിക്സ്, കാടൂറ്റിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡാണിത്. മെയ് 3-ാം തീയതി വെളുപ്പിന് 2:30 പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടാവുകയും ചെയ്തു. പല അസ്വസ്ഥതകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്യാസാണെന്ന് വിചാരിച്ചു ഇരുന്നു. ജീരക വെള്ളമൊക്കെ കുടിച്ചു ഇരുന്നിട്ട് പിന്നെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റത്ത് കുരിശ് വരയ്ക്കുകയും നാവിൽ കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് അസ്വസ്ഥതകൾ കുറഞ്ഞ് ആളുടെ ശ്വാസതടസ്സം മാറി പെട്ടെന്ന് ആൾ ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി നേരം വെളുക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റിപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട്. ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഒന്ന് ECG ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബൈക്കിന് ആൾ പോയി ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരിയ വേരിയേഷനാണ്, നല്ല വേരിയേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ECG എടുത്തപ്പോൾ നല്ല വേരിയേഷനുണ്ട്, ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. അതിലൊന്ന് ഭയങ്കര സീരിയസ് ആണ്, എമർജൻസി ആയിട്ട് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറയുന്നു അതൊരു മിറാക്കിളാണ്, 5% മാത്രമേ ഉള്ളൂ ആൾക്ക് ഇത് ഹാർട്ടിൻ്റെ പമ്പിങ്. പക്ഷേ ആൾ തന്നെ ബൈക്ക് ഓടിച്ചിട്ട് ക്ലിനിക്കിൽ പോവുകയും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ ചെയ്തു. പക്ഷേ അതൊരു മിറാക്കിളാണ്. എന്തുകൊണ്ടും അത് ആൾക്ക് നല്ലൊരു പവർ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം വരെ ആൾ 2:30 വന്നിട്ട് 10:30 ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അതുവരെ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു, ഒരു കുഴപ്പമില്ലാണ്ട്. ഇനി ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്, അത് നോർമലായിട്ട് മരുന്നുകൊണ്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒരു കുഴപ്പമില്ല. അത് മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെ ഒന്നുകൊണ്ട്, ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, അത്ഭുതം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവ് ഇന്നിവിടെ നിൽക്കുന്നത്. യേശുവേ സ്വസ്തേശ്വര നന്ദി. പിന്നെ എൻ്റെ മകന് കാനഡയിലേക്ക് പോയത് റൂം ബുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത്. പക്ഷേ 20-ാം തീയതി പോയി, 29-ാം തീയതിയാണ് ഒരു ക്ലാസ് തുടങ്ങുന്നത്. 1-ാം തീയതിക്ക് റൂമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വേറെ ഒരു സ്ഥലത്ത് പോയാണ് ആൾ താമസിച്ചിരുന്നത് ആ ഒരാഴ്ചയിൽ. പിന്നെ 28-ാം തീയതി അവിടെ എത്തണം. അപ്പോൾ റൂം എങ്ങനെയും ശരിയാക്കി തരാമെന്ന് അവിടുത്തെ ഓണർ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഓണറിനെ എപ്പോഴും വിളിക്കുമ്പോഴും റൂം കാലിയായിട്ടില്ല, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 29-ാം തീയതി ക്ലാസ്സിൽ പോകണം. 300 കിലോമീറ്ററോളം ദൂരെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മോൻ സങ്കടപ്പെട്ടു. ഞാൻ ചെന്നിട്ട് അവിടെ വഴിയിൽ പോയി നിൽക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വഴിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നീ അവിടെ നിന്നാൽ മതി, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്ന് കൊന്തച്ചേലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 28-ാം തീയതി രാത്രി, അവർക്ക് രാത്രി 11 മണിയായപ്പോഴേക്കും ഓണർ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ പോരെ, റൂം കാലിയായിട്ടുണ്ട്. അങ്ങനെ അവർ രാത്രി 11 മണിക്ക് എന്നെ വണ്ടി വിളിച്ച് റൂമിലേക്ക് എത്തിച്ചു തന്നത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ മോനെ പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു വചനമേ, ജോസ്പച്ചൻ പറയാറുണ്ട് വചനം എഴുതി വചനത്തോടുകൂടി ജീവിക്കാം, എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന്. ഞാനപ്പോൾ അവനെ ഏഷ്യ 30:18 വചനം, കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാഗ്യമാ എന്ന വചനം ഞാൻ 1000 പ്രാവശ്യം എഴുതാൻ തീരുമാനിച്ചു. 38 പ്രാവശ്യമായപ്പോഴേക്കും അന്ന് രാത്രി എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു എൻ്റെ മകൻ അവിടെ ജോലി ശരിയായി. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി, കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് മമ്മി ഇൻ്റർവ്യൂ കാർഡ് വന്നത്, ജോലി ശരിയായി വന്ന് മോൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് പാർട്ട് ടൈം ജോലി ശരിയായി. പിന്നെ എൻ്റെ മൂത്ത മകന് വിദേശത്ത് പോകാൻ പല തടസ്സങ്ങളുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ കൊടുത്തിരുന്നു, പക്ഷേ ഒന്നും ശരിയായിരുന്നില്ല. പിന്നെ ഒരു സ്ഥലത്ത്, അർമേനിയ എന്ന സ്ഥലത്ത് വിസ ലഭിച്ചു. പക്ഷേ പോകുന്ന ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ പോകാൻ തടസ്സമുള്ള ഒരു കേസിലേക്ക് അവൻ അകപ്പെട്ടു.
പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷെ ഞാൻ വചനം, അവന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനമാണ് ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനം എനിക്ക് ലഭിച്ചിരുന്നു. ആ വചനം ഞാൻ എഴുതി 389 പ്രാവശ്യമായപ്പോഴേക്കും എൻ്റെ മകന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിദേശത്തേക്ക് വിട്ടോ, കുഴപ്പമില്ല, കേസൊന്നും ഇല്ല എന്നും പറഞ്ഞ് എൻ്റെ മോനെ പോകാൻ സാധിച്ചു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവ് ഞങ്ങൾക്ക് ഇടയ്ക്ക് തടസ്സങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം യേശുവിനും മാതാവും കൂടുതൽ വിളിക്കുവാനും യേശുവിനും മാതാവിലേക്ക് ചേർന്ന് നിൽക്കാനും വേണ്ടിയാണ് ഞങ്ങൾക്ക് വിഷമതകളും സങ്കടങ്ങളും തരുന്നതെന്നും ഞാൻ ഹസ്ബൻഡിനോട് പറയും. ഞങ്ങൾ കൂടുതലായി പ്രാർത്ഥിച്ചോണ്ട് എന്നും ഈശോയുടെ മാതാവിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയും മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതൊന്നുമില്ലെന്നും ഈശോ മാതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് സഹായങ്ങൾ എന്താ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പിന്നെ രോഗികളെ പോയി കാണും. പിന്നെ പള്ളിയിൽ മുടങ്ങാതെ ഞാൻ പോകും. പോയില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥയാണ്, എന്നും പോകും, പ്രാർത്ഥിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അക്രൈസ്തവരായ എല്ലാവർക്കും ഇവിടുന്നുള്ള കൃപാസന പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാവർക്കും വേണ്ടി, രോഗികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ എന്നും നിലനിൽക്കുന്നു. യേശുവേ സ്വസ്ത്രേശ്വേ നന്ദി. ഈ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ യേശുവിനും മാതാവിനും കോടിക്കണക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജോളി. ഞാൻ കല്ലൂരിൽ നിന്ന് വരുന്നു. 2022 ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളത്. ഞാൻ 2023 ജനുവരി മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അമ്മ അപ്പച്ചനോട് പറയുമെന്ന് പറഞ്ഞു. എനിക്ക് ധൈര്യമില്ല പറയാൻ, വെച്ചാൽ ഒരുപാട് കടബാധ്യതകളുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഒരു മാസം കഴിഞ്ഞു, ഫെബ്രുവരി ആയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അപ്പച്ചനോട് പറയാണ്ട് രക്ഷയില്ല. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പം നീ എത്ര ദിവസം പറയാങ്ങെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എങ്ങനെ പറയുക, കാശ് വേണ്ട നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കാശില്ലെങ്കിൽ നീ പറയാണ്ട് ഇരുന്ന് എന്താ ശരിയാവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വീട്ടിൽ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂലക്കൂരുൻ്റെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എനിക്ക് മരുന്ന് തന്നു. എന്നിട്ട് അത് കഴിച്ചിട്ടും യാതൊരു കുറവുണ്ടായില്ല. അപ്പോൾ പിന്നെ ബ്ലഡ് പ്രസ് ഇങ്ങനെ സ്പ്രെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, എൻ്റെ മാതാവേ കാശും ഇല്ലല്ലോ ഞങ്ങൾക്ക്, ഞാൻ എന്ത് ചെയ്യും കർത്താവേ. എന്നിട്ട് ഞാൻ കണ്ട ഡോക്ടർ എനിക്ക് റെസിപ്റ്റ് തന്നു. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ക്യാൻസറിൻ്റെ നേരിയ ഒരു സൂചന കാട്ടണുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വീട്ടിൽ വന്ന് സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തിയൊക്കെ വന്നു. ഞങ്ങൾ 3 ആളും പൊട്ടിക്കരഞ്ഞു. ആ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ പത്രം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ഒരു ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഇനി പേടിക്കില്ല. അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ജോളി നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ ജോളിയെ. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്കത് കാരണം നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്കാനിങ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ അനിയത്തിനെയും നാത്തൂനെയും ഡോക്ടർ വിളിച്ചു റൂമിലേക്ക്. അപ്പോൾ പറഞ്ഞു പേഷ്യൻ്റ് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കരഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സൂചന കേട്ടിട്ട് എനിക്ക് ഇതാണെന്ന് തോന്നണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ശരിയാ ജോളിയ എന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു പച്ചക്കറി കടയാണ്. അവിടുന്ന് ചേട്ടനെ വിളിച്ച് രാത്രി എൻ്റെ മോനും കൂടി അനിയത്തിയുടെ വീട്ടിലേക്ക് വന്നു. 3 ആളും പൊട്ടിക്കരഞ്ഞു, കാശുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തുട്ടാ ചെയ്യുക. അപ്പം ഞാൻ അതിക്ക് മുന്നേ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും തരുമോ നിങ്ങളെന്ന്. അപ്പോൾ അവർ പറയും ഇപ്പം കാശൊന്നും ഇല്ല ജോളിയാ, നിനക്ക് ഭാഗം വയ്ക്കുമ്പോൾ തരാമെന്ന് പറയും. അപ്പം ഞാൻ പറയും അന്ന് ശരി എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ ദൈവമേ
ഇനിയിപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് തരുമോ ദൈവമേ എന്ന് ചോദിച്ചു. ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് അവരെ കൊണ്ട് കാശ് തരാൻ സമ്മതിച്ചു. 2.5 ലക്ഷം രൂപ തന്ന് എൻ്റെ ഓപ്പറേഷൻ നടത്തി. എല്ലാം ഭംഗിയായി നടന്നു. എന്നെ പെറ്റ് സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, നിനക്ക് അത് നോർമലായി കണ്ടിട്ടുള്ളൂ, നിനക്ക് വേറൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പേടി, എൻ്റെ മുടി കൊഴിഞ്ഞു പോകുമെന്നാണ് എനിക്ക് പേടി അറിഞ്ഞത്. എനിക്ക് കടയിൽ പോകേണ്ടതാ. ഞാനപ്പോൾ എന്നും തലയിൽ തൈലം പുരട്ടും. കീമോ ചെയ്ത് വരുമ്പോൾ മുടി പതുക്കെ ഒന്ന് പിടിച്ച് വലിച്ചു നോക്കും. മുടി പോവാ മാതാവിൻ്റെ, എൻ്റെ മുടി പോവല്ലേ. എന്നിട്ട് ഞാൻ ഈ തൈലം തലയിൽ എന്നും പറ്റും. അപ്പോൾ എല്ലാവരും പറയും ജോളിയാ നിൻ്റെ മുടിയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ ഈ അനുഗ്രഹത്തിന്. ഈ അനുഗ്രഹം എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത വേലയ്ക്ക് പോവും. പിന്നെ ഞാൻ ഈ ഭക്ഷണം കൊടുക്കാനായിട്ട് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം, കഴിഞ്ഞ കൊല്ലം എൻ്റെ മോള് എൻ്റെ വീട്ടിലേക്ക് ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓണത്തിന് അവൾ ഒരാഴ്ച നിന്ന് കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി. മോളൊരു അവളുടെ ആക്റ്റീവമ്മ അവൾ പോയി. ഞാൻ ഈ 2 കൊച്ചു മക്കളാണ് അവൾക്ക്, അവനും കൊണ്ട് ഞാൻ പോയി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഒരു ഉച്ച തിരിഞ്ഞാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവളുടെ ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ ഊരി അവൾ ബാഗിൽ വെച്ചു. ആ ബാഗ് അവൾ വണ്ടിയുടെ ഉള്ളിലാണ് അവൾക്ക് കിട്ടുമെന്ന് ഓർമ്മ ഉണ്ടായത്. പക്ഷെ അവൾ വണ്ടിയുടെ ഉള്ളിലല്ല ഇട്ടെ, അവൾ ഓട്ടോറിക്ഷയിൽ വെച്ചു. അവൾ മറന്നു പെട്ടെന്ന് പോകേണ്ട തിരക്കിൽ. അപ്പോൾ ആ ബാഗ് ഈ വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ആ പിന്നിലത്തെ സിബിൽ അവളിത് വെച്ചു. അവളുടെ വിചാരം സ്വർണ്ണം അവളുടെ കയ്യിലാന്നാ. എന്നിട്ട് ഈ ബാഗിനുള്ളിൽ ഈ വണ്ടിയുടെ പിന്നിൽ വെച്ചപ്പോൾ വണ്ടി ഒരു ടേഡിങ്ങിൽ തിരിഞ്ഞു പോയപ്പോൾ ഈ ബാഗ് തെറിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിരുന്നു. അപ്പം മോള് എന്നെ വിളിച്ചു നോക്കണു, അമ്മ എൻ്റെ ബാഗ് പോയിന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളെ നീ വണ്ടിയുടെ മുമ്പിൽ വെക്കുന്ന ബാഗ് നീ പോയത് അറിഞ്ഞില്ലേ മോളെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാൾ പറഞ്ഞു അമ്മ ഞാൻ മറന്നിട്ട് ഈ ഓട്ടോറിക്ഷയുടെ പിന്നിൽ വെച്ചു, ഡ്രസ്സുകൾ വെക്കുന്ന ബാഗിൻ്റെ കൂടെ ഞാനിത് വെച്ചു. പക്ഷെ ഇത് തെറിച്ചു പോയി, ആമ്പല്ലൂർ സെൻറ്ററിൽ വീണു ഈ ബാഗ്. അപ്പം തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടി. അപ്പോൾ ചില ആൾക്കാർ അത് കാലുകൊണ്ട് തോണ്ടിയെടുക്കാൻ നോക്കി. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർ അവർക്ക് കൊടുത്തില്ല. അത് ഞങ്ങൾ കൊടുത്തോളാമെന്നും പറഞ്ഞ് ആ ബാഗ് അവർ മേടിച്ച് വെച്ചു. എന്നിട്ട് അവർ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ മാതാവേ, 6 പവൻ പോയിട്ട് 1/2 പവൻ മേടിക്കാൻ യോഗ്യതയില്ലാത്ത ഞങ്ങൾ ഇനി എങ്ങനെ അത് തിരിച്ചു കൊടുക്കും മാതാവേ എന്ന് ഞാൻ വിളിച്ചു. ആ ഓട്ടോറിക്ഷക്കാരൻ അവളുടെ ഭർത്താവിൻ്റെ ഡോക്ടറെ കാണിച്ച സ്ലിപ്പ് ഉണ്ടായിരുന്നു ബാഗിൻ്റെ ഉള്ളിൽ. ആ സ്ലിപ്പിൽ നമ്പർ നോക്കി അവൻ വിളിച്ചു. അപ്പോൾ അവൻ മോൾക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിട്ടാ. അപ്പോൾ മോൾക്ക് വിളിച്ചപ്പോൾ മോള് പറഞ്ഞു അമ്മ ചേട്ടൻ വിളിച്ചു നോക്കണു, ആമ്പല്ലൂർ വെച്ചിട്ട് ഈ ബാഗ് കിട്ടിയിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം തന്നെ അപ്പം തന്നെ തിരിച്ചു വന്ന് ആ ബാഗ് ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ അഞ്ചത്തിയുടെ മോൾക്ക് ഒരു കുട്ടി ഉണ്ടാവാണ്ട് 3 വർഷമായി. അവർക്ക് കുട്ടികളില്ലാണ്ട്. അപ്പോൾ വീട്ടിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ ചീത്ത പറഞ്ഞു തുടങ്ങി. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളും പിള്ളേരുണ്ടായേനെന്ന് പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞ് അവിടെ തല്ലുകൂട്ടാൻ തുടങ്ങി. അപ്പം അവൾ എന്നോട് വന്ന് പറയും ജോളി ഞാൻ എന്താ ചെയ്യുക നീ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് ചെല്ല്, മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരും. അപ്പോൾ അവൾ പറഞ്ഞു നീ സാക്ഷ്യം പറയുമോ ജോളിയെ. ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മ മാതാവ് നിനക്കൊരു കുഞ്ഞിനെ, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ കൊടുക്കും. അങ്ങനെ അമ്മ മാതാവ് അവളുടെ മകൾക്കൊരു പെൺകുഞ്ഞിനെ കൊടുത്ത് ഒരു സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല. യേശുവെ പരിശുദ്ധ തിരുക്കുമാരനും 1000 നന്ദി.